ഇന്ത്യൻ വ്യോമ പ്രതിരോധം കരുത്താർജിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും തകർത്തതിന് പിന്നാലെ പുതിയ മിഷൻ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിഷൻ സുദർശൻ ചക്ര. വിവിധ മേഖലകളിൽ ഉടനീളമുള്ള ശത്രു ആക്രമണങ്ങളെ തടയുക, രാജ്യത്തിന്റെ പ്രതിരോധ ആക്രമണ ശേഷികൾ ശക്തിപ്പെടുത്തുക, രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് മിഷൻ സുദർശൻ ചക്രയ്ക്ക് പിന്നിലുള്ളത്. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. ഇസ്രയേലിന്റെ അയൺ ഡോമിനോട് സാമ്യമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ കരുത്തുറ്റ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി ചെറുക്കും. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയുടെ അകത്തളത്തിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ഇന്ത്യയുടെ തന്ത്രപ്രധാന സിവിലിയൻ മതപരമായ കേന്ദ്രങ്ങളെ ശത്രു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കവചം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി. ഇന്ത്യൻ യുവാക്കളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഈ സംവിധാനം പൂർണ്ണമായും ഇന്ത്യയിൽ ഗവേഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യും. ഈ ശക്തമായ സംവിധാനം തീവ്രവാദ ആക്രമണങ്ങളെ ചെറുക്കുക മാത്രമല്ല, തീവ്രവാദികൾക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സിവിലിയൻ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ സ്വന്തം അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമാണ് മിഷൻ സുദർശൻ ചക്ര. 2010കളിൽ വിന്യസിച്ച ഇസ്രയേലിന്റെ ഈ സംവിധാനം ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞ് 90% വിജയനിരക്ക് നേടിയിരുന്നു. മിഷൻ സുദർശൻ ചക്രയും സമാനമായ രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തിന്റെ വ്യോമ മേഖലയെ സുരക്ഷിതമാക്കും. വിപുലമായ നിരീക്ഷണം, ആക്രമണം തടസ്സപ്പെടുത്തൽ, പ്രത്യാക്രമണ കഴിവുകൾ എന്നിവ സംയോജിപ്പിച്ച് വായു, കര, കടൽ മേഖലകളിലെ ഭീഷണികളെ വേഗത്തിൽ നിർവീര്യമാക്കാൻ സുദർശൻ ചക്രത്തിന് കഴിയുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനം. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് 2025 മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം 9 ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുകയും 100-ലധികം ഭീകരരെ വധിക്കുകയും 13 പാകിസ്ഥാൻ സൈനിക സ്ഥാപനങ്ങളും വ്യോമ താവളങ്ങളും തകർക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഭാവിയിൽ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരാൻ കഴിയുന്ന എഞ്ചിനുകൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ ആഗോള സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഉദാഹരണത്തിന് LCA Mk2 പ്രോഗ്രാമിനായി F414 എഞ്ചിനുകൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് GE എയറോസ്പേസുമായി ചർച്ച നടത്തുന്നു. 2023 ആദ്യമായി പ്രഖ്യാപിച്ച കരാറിൽ US ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്ന് 80% സാങ്കേതികവിദ്യ കൈമാറ്റം ഉൾപ്പെടുമെന്ന് ഇതിനകം സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷാവസ്ഥയിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന വൻ മുന്നേറ്റങ്ങൾ ലോക രാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. തദ്ദേശീയമായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുകയാണ്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ നീക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഒരു വലിയ ശക്തിയായി ഇന്ത്യ അടയാളപ്പെടുത്തും. എന്നാൽ മറുവശത്ത് തങ്ങളെ സഹായിക്കാൻ ലോകശക്തികൾ പിന്നാലെയുണ്ടെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുമ്പോൾ അവർ സ്വയം ഒരു കെണിയിലേക്ക് നടക്കുക എന്നുള്ളതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.